പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ഇന്ന് തോമാശ്ലീഹയുടെ തിരുനാൾ ആഘോഷിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസം പകർന്നു നിന്ന തോമാശ്ലീഹയെപ്പറ്റി ചിന്തിക്കുമ്പോൾ യേശു മുറിവുകൾ തോമാശ്ലീഹയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ യേശുവിൻ്റെ ദൈവത്വം വ്യക്തമായി അംഗീകരിച്ച ആദ്യത്തെ വ്യക്തിയായി തോമാശ്ലീഹ മാറി. തോമാശ്ലീഹ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ സംഭവം തോമാശ്ലീഹയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റ യേശു മറ്റ് 10 അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കാൻ വിസമ്മതിച്ചത് യേശുവിൻ്റെ ക്രൂശീകരണ മുറിവുകൾ കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നതുവരെ മാത്രമാണ്. തോമാശ്ലീഹയ്ക്ക് പുനരുദ്ധാനത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തതിൽ തോമാശ്ലീഹ പാപം ചെയ്തില്ല. തോമാശ്ലീഹയുടെ പരിമിതമായ അറിവും കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മയാണ് ഈ കാരണം. തോമാശ്ലീഹയുടെ സംശയം ഉടലെടുത്തത് ക്രിസ്തു ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്ന ആത്മാർത്ഥമായ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ അദ്ദേഹം കൂടുതൽ വിവരങ്ങൾ ആഗ്രഹിച്ചു. ക്രിസ്തുവും വിശുദ്ധ തോമാശ്ലീഹയും തമ്മിലെ കൂടിക്കാഴ്ച യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള തോമസിൻ്റെ പ്രാരംഭ സംശയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം കുരിശുമരണത്തിൽ നിന്നുള്ള യേശുവിൻ്റെ മുറിവുകൾ കാണുവാനും തൊടാനും കഴിയുന്നില്ലെങ്കിൽ താൻ വിശ്വസിക്കില്ലെന്ന് തോമാശ്ലീഹ പറഞ്ഞു. നിങ്ങൾക്ക് സമാധാനം എന്ന് പരമ്പരാഗതമായ വാചകം അവരെ അഭിവാദം ചെയ്തപ്പോൾ ശേഷം യേശു ഒട്ടും വൈകാതെ തോമസിന് നേരെ തിരിഞ്ഞു. തോമസിന് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ വയ്ക്കുക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാശ്ലീഹയുടെ സംശയങ്ങളെ സാരാംശം യഥാർത്ഥത്തിൽ യേശു ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല. പകരം യേശു തോമാശ്ലീഹയെ തൻ്റെ പുനരുദ്ധാനത്തിൻ്റെ വസ്തുതമായി അഭിമുഖീകരിക്കുന്നുള്ളൂ. തോമസിനെ തൻ്റെ കൈകളിലെ മുറിവുകൾ തൊടാൻ യേശു ക്ഷണിക്കുന്നു. തോമസ് അല്പവിശ്വാസിയാതെ സംശയത്തിൽ നിന്നും അചഞ്ചലമായ വിശ്വാസത്തിൽ കൊണ്ടുപോകുവാൻ ഇത് ധാരാളം മതിയായിരുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തെ സംശയിച്ചതും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലെ മുറിവുകൾ ഭൗതിക തെളിവും ആവശ്യപ്പെട്ടതിനും തോമസ് പ്രശസ്തനാണ്. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസം ആഴപ്പെടുവാനും യേശുവിനെ കാണണമെന്നുള്ള ആഴമായ ആഗ്രഹവും യേശുവിൻ്റെ പ്രത്യക്ഷീകരണവും എല്ലാം തോമാശ്ലീഹയുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട തോമാശ്ലീഹയെ പോലെ നമുക്കും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ തോമാശ്ലീഹ വാശി പിടിച്ച് പ്രാർത്ഥിച്ച പോലെ നമുക്ക് പോലെ പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.